ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. നമുക്ക് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റെസിസ്റ്റൻസ് പഠിച്ചായിരുന്നു. റെസിസ്റ്റൻസിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് പഠിച്ചായിരുന്നു. റെസിസ്റ്റൻസിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സിൽ ഒരു ഫാക്ടറാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ എന്നാണ്. മീൻസ് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കൂടും, ടെമ്പറേച്ചർ കുറയുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കുറയും. ഒരു വസ്തുവിന്റെ റെസിസ്റ്റൻസും ടെമ്പറേച്ചറും തമ്മിൽ ഒരു ലീനിയർ റിലേഷൻഷിപ്പ് ഉണ്ട്. ആ ലീനിയർ റിലേഷൻഷിപ്പിന് നമുക്ക് ഇങ്ങനെ എഴുതാം: T is equal to R0 into 1 plus alpha into delta T. ഇതിൽ RT എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ഓഫ് എ material at temperature T is equal to T. അടുത്തത് R0 എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ഓഫ് എ മെറ്റീരിയൽ അറ്റ് ടെമ്പറേച്ചർ T is equal to 0. ആൽഫയെ വിളിക്കുന്ന പേരാണ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്നാണ്. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. So this is the linear relation between resistance and temperature. ഇതിൽ നിന്നും ആൽഫയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്താണെന്ന് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആൽഫയ്ക്ക് ഒരു ഇക്വേഷൻ നമുക്ക് ഇതിൽ നിന്ന് എഴുതാം. എങ്ങനെ എഴുതാൻ നോക്കിക്കോ. RT is equal to R0 കൊണ്ടുവന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. അപ്പൊ R0 പ്ലസ് R0 into ആൽഫ ഡെൽറ്റ ടി. R0 into ആൽഫ ഡെൽറ്റ ടി. ഓക്കെ, ഇനി നമുക്ക് ആൽഫയാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ R0 ഇപ്പുറത്ത് കൊണ്ടുവരാം. അപ്പൊ RT മൈനസ് R0 is equal to R0 into ആൽഫ into ഡെൽറ്റ ടി. ഓക്കെ, ഞാൻ ഈ ഒരു ടോപ്പിക്ക് ഒന്ന് വായിക്കുകയാണ്. ഇതിൽ നിന്ന് ആൽഫ is equal to RT മൈനസ് R0 into R0 divided by R0 into delta T. ആൽഫയ്ക്ക് ഒരു ഇക്വേഷൻ കിട്ടി. ആൽഫ is equal to RT minus R0 divided by R0 into delta T. ഇതാണ് ആൽഫയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നമുക്കൊരു ഡെഫിനിഷൻ ഉണ്ടാക്കിയെടുക്കാം. RT minus R0. RT minus R0 എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ആണ്. ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ R0 എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ അല്ലെങ്കിൽ ഒറിജിനൽ റെസിസ്റ്റൻസ് ഇൻടു ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ്. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അപ്പൊ നമുക്ക് ആൽഫയ്ക്ക് ഒരു ഡെഫിനിഷൻ കിട്ടി. ഇറ്റ് ഈസ് എ റേഷ്യോ ബിറ്റ്വീൻ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ടു ഒറിജിനൽ റെസിസ്റ്റൻസ് ആൻഡ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. എന്താണ് ആൽഫയ്ക്ക് ഒരു ഇക്വേഷൻ കിട്ടിയത്? ആൽഫ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ റെസിസ്റ്റൻസ് ഇൻടു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അപ്പൊ ഇതിന്റെ യൂണിറ്റ് എന്താണെന്ന് നോക്കാം. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം ആണ്. ഒറിജിനൽ റെസിസ്റ്റൻസ് ആകുമ്പോഴും യൂണിറ്റ് ഓം ആണ്. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, ടെമ്പറേച്ചർ ആകുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് കെൽവിൻ ആണ്. ഓമും ക്യാൻസൽ ആയി പോവും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? കെൽവിൻ എന്ന് കിട്ടി. അതായത് പെർ കെൽവിൻ ഓർ പെർ ഡിഗ്രി സെൽഷ്യസ്. പെർ ഡിഗ്രി സെൽഷ്യസ്. ആൽഫയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ പെർ കെൽവിൻ അല്ലെങ്കിൽ പെർ ഡിഗ്രി സെൽഷ്യസ്. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന പെർ ഡിഗ്രി സെൽഷ്യസിലാണ് യൂസ് ചെയ്യുന്നത് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. അപ്പൊ എന്താണ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് ചോദിച്ചാൽ ഒന്നുകൂടി പറയാം. ടെമ്പറേച്ചർ വ്യത്യാസപ്പെടുമ്പോൾ റെസിസ്റ്റൻസിന് വ്യത്യാസം വരും.
ടെമ്പറേച്ചറും റെസിസ്റ്റൻസും തമ്മിലുള്ള റിലേഷനെ നമുക്കൊരു മാത്തമാറ്റിക്കൽ ഫോമില് എക്സ്പ്രസ് ചെയ്യാം. RT is equal to R0 into 1 plus alpha delta T. ഇത് യഥാർത്ഥ ഇക്വേഷൻ ഒരുപാടുണ്ട്. RT is equal to R0 into 1 plus alpha into delta T plus beta into delta T square plus etc. plus അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. പക്ഷെ ഹയർ ടേംസിനെ എല്ലാം നമ്മൾ എന്ത് ചെയ്യും? നെഗ്ലക്ട് ചെയ്യും. കാരണം ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ്. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ വളരെ ചെറിയൊരു വാല്യൂ ആയിരിക്കും. അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ അത് പിന്നെ എന്തായി പോകും? ചെറുതായി പോകും. സോ ഹയർ ടേംസിനെ നെഗ്ലക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ എഴുതിയിരിക്കുന്നത്. RT is equal to R0 into 1 plus alpha delta T. ഇതിൽ RT എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ഓഫ് ദ മെറ്റീരിയൽ അറ്റ് എ ടെമ്പറേച്ചർ T. R0 എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ഓഫ് എ മെറ്റീരിയൽ അറ്റ് എ ടെമ്പറേച്ചർ T is equal to 0 degree Celsius. ആൽഫ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആണ്. അപ്പൊ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നു. RT is equal to R0 plus R0 alpha delta T. RT minus R0 is equal to R0 alpha into delta T. Alpha is equal to RT minus R0 divided by R0 into delta T. അതായത് നമുക്ക് ആൽഫയ്ക്ക് ഒരു ഡെഫിനിഷൻ ഇങ്ങനെ പറയാം. ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് പെർ ഒറിജിനൽ റെസിസ്റ്റൻസ് പെർ ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് പെർ ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതിനെ നമുക്ക് വേറൊരു ഫോമിലും കൂടി ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്ത് എഴുതാൻ പറ്റും? ചേഞ്ച് ചെയ്ത് എഴുതാൻ പറ്റും. അത് നമുക്ക് നോക്കാം. നോക്കിയോളൂ, ഞാൻ ആദ്യം എടുത്ത മെറ്റീരിയലിന്റെ ടെമ്പറേച്ചർ T1 ടെമ്പറേച്ചർ ആയിരുന്നു എന്ന് വിചാരിക്കാം. T1 ടെമ്പറേച്ചറില് വസ്തുവിന്റെ റെസിസ്റ്റൻസ് R1 ആയിരുന്നു എന്ന് വിചാരിക്കാം. ടെമ്പറേച്ചർ കുറെ കഴിഞ്ഞപ്പോൾ എത്രയായിട്ട് മാറി? T2 ആയിട്ട് മാറി. അപ്പൊ ആദ്യത്തെ ടെമ്പറേച്ചർ T1. കുറെ സമയം കഴിഞ്ഞപ്പോൾ ടെമ്പറേച്ചർ എത്രയായിട്ട് മാറി? T2. ആദ്യത്തെ T1 ടൈമില് T1 ടെമ്പറേച്ചറിൽ റെസിസ്റ്റൻസ് R1 ആയിരുന്നു. T2 ടെമ്പറേച്ചറിൽ റെസിസ്റ്റൻസിനെ എന്തെന്ന് വിളിച്ചു? R2 എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച റിലേഷൻ വെച്ചാണെങ്കിൽ R2 is equal to R1 into 1 plus alpha into T2 minus T1. ഇതിന്റെ ഇക്വേഷൻ കിട്ടത്തില്ലേ? ഇതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. നമ്മൾ ടെക്സ്റ്റിലുള്ള പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ആവശ്യമാണ്. ഒന്നുകൂടി പറയാം. ആദ്യത്തെ ടെമ്പറേച്ചർ T1 ആണെന്ന് വിചാരിക്കുക. സപ്പോസ് അപ്പോഴത്തെ റെസിസ്റ്റൻസ് R1 ആണെന്ന് വിചാരിക്കുക. രണ്ടാമത്തെ ടെമ്പറേച്ചർ, അതായത് കുറെ സമയം കഴിഞ്ഞ് ടെമ്പറേച്ചർ T2 ആയിട്ട് മാറി. അപ്പൊ ആ വസ്തുവിന്റെ റെസിസ്റ്റൻസിന് വ്യത്യാസം വന്ന് കാണും. അതിന് നമ്മൾ എന്തെന്ന് വിളിച്ചു? R2 എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ ഇതിന് നമുക്ക് ഒരു പുതിയ റിലേഷനിലോട്ട് മാറാം. R2 is equal to R1 into 1 plus alpha into T2 minus T1. അപ്പോൾ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. ടെക്സ്റ്റിലുള്ള ഒരു പ്രോബ്ലം ആണ്. അറ്റ് റൂം ടെമ്പറേച്ചറിൽ the resistance of a heating element is 100 ohm. അതായത് ആദ്യത്തെ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 100 ഓം ആണ്. ആദ്യത്തെ ടെമ്പറേച്ചർ ഏത് ടെമ്പറേച്ചറാ? T1 ഏതാണ്? 27 ഡിഗ്രി സെൽഷ്യസ്. അതായത് 27 ഡിഗ്രി സെൽഷ്യസിലെ വസ്തുവിന്റെ റെസിസ്റ്റൻസ് എത്രയാണ്? 100 ഓം. കുറച്ച് കഴിഞ്ഞപ്പോൾ റെസിസ്റ്റൻസ് എത്രയായിട്ട് മാറി? R2 എന്ന് പറഞ്ഞാൽ 117 ആയിട്ട് മാറി. അപ്പോഴുള്ള ടെമ്പറേച്ചർ T2 ആണ് നമുക്ക് കണ്ടുപിടിക്കണം. വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ ഓഫ് ദ എലമെന്റ് ഇഫ് ദ റെസിസ്റ്റൻസ് ഈസ് ഫൗണ്ട് ടു ബി 117 ഓം. ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആൽഫ തന്നിട്ടുണ്ട് 1.70 into 10⁻⁴ ഡിഗ്രി സെൽഷ്യസ് ഇൻവേഴ്സ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കുന്നത് T2 ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നമ്മൾ ഇവിടെ എഴുതുന്നു. R2 is equal to R1 into 1 plus alpha into delta T. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇത് നമുക്ക് കണ്ടുപിടിക്കുന്നത് delta T is equal to ടെമ്പറേച്ചർ കണ്ടുപിടിക്കുക. delta T is equal to
ഇപ്പൊ നമ്മൾ ഡെൽറ്റ ടി ഇട്ട് ചെയ്യുക, അവസാനം നമുക്ക് കണ്ടുപിടിക്കുന്നത് T2 ആണ്, അത് നമുക്കറിയാം. ആദ്യം ഡെൽറ്റ ടി ഇട്ട് ചെയ്യുക. അപ്പൊ R2 മൈനസ് R1 ഡിവൈഡഡ് ബൈ R1 ഇൻറ്റു ആൽഫ. R2 എന്ന് പറഞ്ഞാൽ 117 മൈനസ് 100 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു ആൽഫയുടെ വില 1.70 ഇൻറ്റു 10⁻⁻⁴. 117 മൈനസ് 100 ആകുമ്പോ 17 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 1.7 ഇൻറ്റു 10⁻⁻⁴. അപ്പൊ 10⁻⁻⁻, ഇവിടെ 100 പോകുന്നിടത്ത് 17 കിട്ടും. 17 ഇൻറ്റു 10⁻⁻⁴. 10⁻⁻⁴ ആയപ്പോഴത്തേക്ക് നോക്കിയേ, 100 ഇൻറ്റു 1.70 ആകുമ്പോ എത്ര കിട്ടി? 170 കിട്ടും അല്ലെ. 170 ഇൻറ്റു 10⁻⁻⁴ ആണ്. അതായത് 17 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ 17. 17 വെട്ടിപ്പോവും, ബാക്കി കിട്ടുന്നത് 1000. അപ്പൊ നമുക്ക് കിട്ടിയത് ഡെൽറ്റ ടി ആണ്. എന്തെന്ന് കിട്ടിയത്? 1000 എന്ന് കിട്ടിയത്. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ആരെയാണ്? T2 നെയാണ്. അപ്പൊ ഡെൽറ്റ ടി നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു T2 മൈനസ് T1. T2 ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഡെൽറ്റ ടി പ്ലസ് T1 ഈസ് ഈക്വൽ ടു T2. ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണ് കിട്ടിയത്? 1000. 1000 പ്ലസ് T1 എത്രയായിരുന്നു? 27. അപ്പൊ എത്ര കിട്ടും? 1027 ഡിഗ്രി സെൽഷ്യസ്. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഇവിടുത്തെ സ്റ്റെപ്പ് നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് വരും. ഒന്നുകൂടി പറഞ്ഞുതരാം. 117 മൈനസ് 100 എന്ന് പറഞ്ഞാൽ 17 ആണ്. 1.70 ഇൻറ്റു 100 1.70. ഇവിടെ 2 സ്ഥാനം മാറിയാണ് ദശാംശം. അതിനെ 100 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര തന്നെ കിട്ടും? 170 ഇൻറ്റു 10⁻⁻⁴. 10⁻⁻⁴ഉം ഇവിടെ ഒരു 0 കൂടെ ഉണ്ട്, അത് ക്യാൻസൽ. അതിൽ ഒരു 0 പോയി കഴിഞ്ഞാൽ നമുക്ക് ഇടുന്ന 10⁻³ ആണ്. 10⁻³ ഇനി മോളി വരുമ്പോ എന്താവും? 10⁻³ ആവും. 17 എന്തായി പോവും? ക്യാൻസൽ ആയി പോവും. ബാക്കി വരുന്നത് 1000. അപ്പൊ നമുക്ക് ഡെൽറ്റ ടി ആണ് 1000 കിട്ടിയത്. നമുക്ക് കണ്ടുപിടിക്കാതെ T2 ആണ്. അപ്പൊ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു T2 മൈനസ് T1 എന്നാണ്. അതിന്റെ T2 ഈസ് ഈക്വൽ ടു ഡെൽറ്റ ടി പ്ലസ് T1. അതായത് 1000 പ്ലസ് 27. 1000 പ്ലസ് 27 1027 degree Celsius. A silver wire has a resistance of 2.1 ohm at 27 degree Celsius. അതായത് ഒരു സിൽവർ വയറിന്റെ റെസിസ്റ്റൻസ്, ആദ്യത്തെ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. R1 എന്ന് പറഞ്ഞാൽ 2.1 ohm ആണ്. എത്ര ടെമ്പറേച്ചർ? T1 ടെമ്പറേച്ചർ 27.5 ഡിഗ്രി സെൽഷ്യസ്. അതിന്റെ റെസിസ്റ്റൻസ് 2.7 ohm ആയി മാറി. അതായത് R2 എന്ന് പറഞ്ഞാൽ 2.7 ohm. അപ്പോഴുള്ള ടെമ്പറേച്ചർ T2 എന്ന് പറഞ്ഞാൽ 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അങ്ങനെയാണെങ്കിൽ ആൽഫ എത്രയെന്നാണ് കണ്ടുപിടിക്കുക? ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് സിൽവർ ആണ് കണ്ടുപിടിക്കുക. അപ്പൊ ആൽഫ കാണുന്ന ഇക്വേഷൻ നമുക്കറിയാം. ആൽഫ ഈസ് ഈക്വൽ ടു R2 മൈനസ് R1 ഡിവൈഡഡ് ബൈ R1 ഇൻറ്റു ഡെൽറ്റ ടി. ഡെൽറ്റ ടി നമുക്ക് മാറ്റി എഴുതാം. T2 മൈനസ് T. R2 ന്റെ വില 2.7 ആണ്. 2.7 മൈനസ് 2.1 ഡിവൈഡഡ് ബൈ 2.1 into T2 minus T1. 100 minus 27.5. 2.7 മൈനസ് 2.1 എന്ന് പറയുമ്പോഴത്തേക്ക് 6 ആണ്. 0.6 ഡിവൈഡഡ് ബൈ 2.1 into 100 നിന്ന് ഏകദേശം 27.25 കുറയ്ക്കും. 100 മൈനസ് 27.5. ഇവിടെ വരുമ്പോ 9, സോറി ഇവിടെ 10, 10 1 ഇപ്പുറത്തെടുക്കുമ്പോ ഇത് 10, ഇത് 9. അതായത് 100 മൈനസ് 27.5. 10 5 5,
9 7 പോയ 2, 9 2 പോയ 72.5. ഇതെല്ലാം കൂടി നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ആൻസർ കിട്ടും. അതെന്ന് പറയുന്നത് 0.0039. 0.0039 per degree Celsius. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പൊട്ടൻഷ്യോമീറ്ററിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ഇന്നിപ്പോ നമ്മൾ പറയാൻ പോകുന്ന പൊട്ടൻഷ്യോമീറ്ററിന്റെ വേറൊരു ആപ്ലിക്കേഷൻ ആണ് എങ്ങനെ നമുക്ക് ഇന്റേണൽ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം പൊട്ടൻഷ്യോമീറ്ററിനെ നമ്മൾ എടുത്തു. പൊട്ടൻഷ്യോമീറ്ററിന്റെ പ്രൈമറി കണക്ഷനും സെക്കൻഡറി കണക്ഷനും ഉണ്ട്. പ്രൈമറി കണക്ഷന് മാറ്റമൊന്നുമില്ല, പക്ഷെ സെക്കൻഡറി കണക്ഷനിൽ മാറ്റമുണ്ട്. നമുക്ക് ഏതാണ് കണ്ടുപിടിക്കുന്നത്? ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇന്റേണൽ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സെക്കൻഡറിയിൽ എടുത്തേക്കുന്ന സെല്ലിന് അക്രോസ് ആയിട്ട് ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസിനെ ഒരു കീ ഉപയോഗിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സർക്യൂട്ടില് ഈ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഇല്ല എന്ന് വിചാരിക്കുക. ഞാൻ എളുപ്പത്തിന് വേണ്ടിയാണ് മാറ്റി കളഞ്ഞ് പറയുന്നത്. നിങ്ങൾക്ക് മാറ്റണ്ട. നമുക്ക് കണക്ഷനിൽ ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു കീ കൊടുത്തിട്ടുണ്ട്. ആ കീ ഉപയോഗിച്ച് നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്? ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ആദ്യം ഞാൻ ഈ സർക്യൂട്ടില് സെല്ല് മാത്രം കണക്ട് ചെയ്തിട്ടുണ്ട്. സെല്ല് കണക്ട് ചെയ്തതിനു ശേഷം ജോക്കിയെ യൂണിഫോം റെസിസ്റ്റൻസ് വയറിലൂടെ AB സ്ലൈഡ് ചെയ്തുകൊണ്ട് വരും. ഏതെങ്കിലും ഒരു പോയിന്റിൽ എത്തുമ്പോൾ ഗാൽവനോമീറ്റർ എന്തോ കാണിക്കും? 0 കാണിക്കും. ഗാൽവനോമീറ്റർ 0 കാണിക്കുന്ന സമയത്തെ ബാലൻസിംഗ് ലെന്ത് മെഷർ ചെയ്യും. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതാം: E is directly proportional to L1. ഇക്വേഷൻ നമ്പർ 1. ഓക്കെ. ഇനി നമ്മൾ ചെയ്യുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെല്ലിന് അക്രോസ് ആയിട്ട് ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസിനെ കണക്ട് ചെയ്യും. ഈ എക്സ്റ്റേണൽ റെസിസ്റ്റൻസിനെ ഈ സെല്ലുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെല്ലിന്റെ EMF-നെ നമ്മൾ വിളിക്കുന്ന പേര് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V എന്നാണ്. അതായത് EMF ഓഫ് ദ സെൽ ചേഞ്ച്ഡ് ഇൻടു ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. എന്നിട്ട് നമ്മൾ ജോക്കിയെ യൂണിഫോം റെസിസ്റ്റൻസ് വരയ്ക്കുള്ള സ്ലൈഡ് ചെയ്തുകൊണ്ടൊരു ടിൽ ഗാൽവനോമീറ്റർ ഷോസ് 0 ഡിഫ്ലക്ഷൻ. അപ്പൊ നമുക്ക് പുതിയൊരു ബാലൻസിംഗ് ലെന്ത് കിട്ടും, L2. പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ കറന്റ് ഇൻടു റെസിസ്റ്റൻസ് എന്നാണ്. അപ്പൊ I ഇൻടു R ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L2. നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പഠിച്ചിരുന്നു EMF ഓഫ് എ സെൽ E ഈസ് ഈക്വൽ ടു ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പ്ലസ് എന്തെന്നാണ്? ലോസ് ടു വോൾട്ട് എന്നാണ്. EMF E ഈസ് ഈക്വൽ ടു I ഇൻടു ക്യാപിറ്റൽ R പ്ലസ് I ഇൻടു സ്മോൾ r. I കോമൺ എടുക്കാം. അതിൽ നിന്ന് I ഈസ് ഈക്വൽ ടു E ഡിവൈഡഡ് ബൈ R പ്ലസ് R എന്ന് എഴുതാം. അതുപോലെ ഈ ഇക്വേഷൻ നമ്മളൊന്ന് ചേഞ്ച് ചെയ്ത് എഴുതുന്നു. E ഡിവൈഡഡ് ബൈ R പ്ലസ് R ഇൻടു ക്യാപിറ്റൽ R ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L2. ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 1നെയും ഇക്വേഷൻ നമ്പർ 2നെയും ഡിവൈഡ് ചെയ്യും. അപ്പൊ E ഡിവൈഡഡ് ബൈ ER ഡിവൈഡഡ് ബൈ R പ്ലസ് R is equal to L1 divided by L2. E cancel ആയി പോകും. R plus R divided by R is equal to L1 divided by L2. ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ 1 plus small r divided by capital R is equal to L1 divided by L2. അതിൽ നിന്ന് small r is equal to capital R into L1 divided by L2 minus 1. ആദ്യത്തെ ബാലൻസിംഗ് ലെന്ത് നമ്മൾ മെഷർ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ബാലൻസിംഗ് ലെന്ത് നമ്മൾ മെഷർ ചെയ്യുന്നുണ്ട്. അപ്പൊ L1 ഉം L2 നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഈ R ന്റെ വില നമ്മളാണ് കണക്ട് ചെയ്യുന്നത്. അപ്പൊ റെസിസ്റ്റൻസിന്റെ വിലയും നമുക്ക് കിട്ടും. അതിൽ നിന്ന് നമുക്ക് ആരെ കണ്ടുപിടിക്കാം? ഇന്റേണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം.